നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ വേഗത്തിൽ. പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് നടന്ന തട്ടിപ്പിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന് കുരുക്കുമുറുകുന്നു. മുഖ്യപ്രതി അനന്തു കൃഷ്ണൻ ലാലി വിൻസെന്റുമായി നടത്തിയത് ലക്ഷങ്ങളുടെ ഇടപാടുകൾ. സ്കൂട്ടർ തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി അനന്തു കൃഷ്ണനെ കുടുക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ലഭിച്ച അജ്ഞാത പരാതി. പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമയബന്ധിതമായി ഇടപെട്ടതോടെയാണ് കോടികളുടെ തട്ടിപ്പ് നടത്തിയ പ്രതി പോലീസ് പിടിയിലായത്. കാസർഗോഡ് കൊളത്തൂരിൽ തുരങ്കത്തിൽ കുടുങ്ങിയ പുലി രക്ഷപ്പെട്ടു. പുലി രക്ഷപ്പെട്ടത് മയക്കുവെടിവെക്കാനുള്ള ശ്രമത്തിനിടെ. തിരച്ചിൽ തുടരുമെന്ന് വനം വകുപ്പ്. സംസ്ഥാന ബജറ്റ് നാളെ. ബജറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്നതെന്ന് ധനമന്ത്രി. കേന്ദ്ര അവഗണനയ്ക്കിടെ സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ച് കേരളം. എക്സിറ്റ് പോളുകൾക്ക് പിന്നാലെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ദില്ലിയിലെ BJP ക്യാമ്പുകൾ. എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി ആം ആദ്മി. നയപ്രഖ്യാപന പ്രസംഗത്തിലെ പ്രധാനമന്ത്രിയുടെ മറുപടി ഇന്ന് രാജ്യസഭയിൽ. CPIM ഇടുക്കി ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി 50,000 ബഹുജനങ്ങളുടെ പ്രകടനവും 10,000 ചുവപ്പ് സേനാംഗങ്ങളുടെ മാർച്ചും നടക്കും. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് ഇന്ന് രണ്ടാം ദിനം. സംഘടനാ റിപ്പോർട്ടിലും ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലും രണ്ടാം ദിവസവും പൊതുചർച്ച തുടരും. ഇന്ന് ചർച്ചയ്ക്ക് പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനും ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്ററും മറുപടി പറയും. ശ്രദ്ധേയമായി കേരള ചിത്രകലാ പരിഷത്ത് സംസ്ഥാന ചിത്ര പ്രദർശനം. അക്രിലിക പെയിന്റിംഗിൽ തീർത്ത 200 കലാകാരന്മാരുടെ ചിത്രങ്ങളാണ് ദർബാർ ഹാളിൽ പ്രദർശിപ്പിച്ചത്. അങ്കണവാടികളിൽ ഉപ്പുമാവിന് പകരം ബിരിയാണി വിളമ്പി തിരുവനന്തപുരത്തെ നെടുമങ്ങാട് നഗരസഭ. വാർഡ് കൗൺസിലറിന്റെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് കുട്ടികൾക്ക് ചിക്കൻ ബിരിയാണി വിതരണം ചെയ്തത്. കോട്ടയം മീനച്ചിലിൽ കിണറിടിഞ്ഞ ഉള്ളിൽ കുടുങ്ങിയ തൊഴിലാളി മരിച്ചു. തമിഴ്നാട് കമ്പം സ്വദേശി രാമനാണ് മരിച്ചത്. അപകടം കഴിഞ്ഞ് 6 മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തത്. പാഴ്വസ്തുക്കളിൽ നിന്നും കുട്ടികൾ സ്വയം കളിപ്പാട്ടം നിർമ്മിക്കുന്ന ശില്പശാല സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണപുരം സൊസൈറ്റി സീക്കിംഗ് ദി വോയിസ് ഓഫ് എഫക്റ്റീവ് എഡ്യൂക്കേഷണൽ ട്രെൻഡ്സിന്റെ ആഭിമുഖ്യത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. സിവിൽ എഞ്ചിനീയറും ദില്ലി IIT ബിരുദധാരിയുമായ സുബിതാണ് ശില്പശാല നയിച്ചത്. കൊച്ചിൻ ഹനീഫ മെമ്മോറിയൽ മാധ്യമ പുരസ്കാരങ്ങൾ കോഴിക്കോട് വിതരണം ചെയ്തു. മികച്ച ദൃശ്യമാധ്യമ പ്രവർത്തകനുള്ള പുരസ്കാരം കൈരളി ന്യൂസ് എഡിറ്റർ PV കുട്ടൻ ഏറ്റുവാങ്ങി. പ്രൊഡക്ഷൻ കൺട്രോളർ ബാദുഷ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവർ ചേർന്നാണ് മൊമന്റോയും സാക്ഷ്യപത്രവും സമ്മാനിച്ചത്. നെല്ലിയാമ്പതിയിലേക്ക് വിനോദയാത്ര പോയ യുവാവ് ഡാമിൽ വീണ് മരിച്ചു. വരാക്കര പുളിഞ്ചോട് സ്വദേശി ഷിമിലാണ് മരിച്ചത്. പാലക്കാട് കൊല്ലങ്കോട് സീതാർകുണ്ട് ഡാമിൽ ബുധനാഴ്ചയാണ് സംഭവം.
എഴുത്തോല ഫെബ്രുവരിയിലക്കം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് TK നാരായണദാസ് പ്രകാശനം ചെയ്തു. അക്ഷയ് കൃഷ്ണൻ മാസിക ഏറ്റുവാങ്ങി. ലൈബ്രറി പ്രസിഡന്റ് E രാമചന്ദ്രൻ അധ്യക്ഷനായി. പാലക്കാട് ജില്ലാ കളക്ടറായി G പ്രിയങ്ക ചുമതലയേറ്റു. കർണാടക സ്വദേശിയാണ്. 2017 ബാച്ച് IAS ഉദ്യോഗസ്ഥയാണ്. സാമൂഹിക നീതി വകുപ്പ്, വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ, കോഴിക്കോട് സബ് കളക്ടർ എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. നെല്ലുവായി കരിയക്കുന്ന് വില്ലേജ് ഓഫീസ് നവീകരണത്തിന് 45 ലക്ഷം രൂപയുടെ ഭരണാനുമതി. സ്മാർട്ട് വില്ലേജ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അനുമതി ലഭിച്ചത്. AC മൊയ്തീൻ MLA നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് പുതിയ കെട്ടിടത്തിന് ഉത്തരവായത്. സമ്പൂർണ്ണ കൂൺ കൃഷി പഞ്ചായത്താക്കുന്നതിന്റെ ഭാഗമായി മാക്കുന്ന് പഞ്ചായത്തിൽ കൂൺ കൃഷി പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൃഷിഭവനും മുഴക്കുന്ന് ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയവും വനിതാവേദിയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി. ഫെബ്രുവരി 7-ന് വൈകിട്ട് വായനശാല ഹാളിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. ജീവനക്കാർ ഹൈന്ദവ ആചാരങ്ങൾ പാലിക്കണമെന്ന നിയമം ലംഘിച്ചു. 18 ഹൈന്ദവേതര ജീവനക്കാർക്കെതിരെ നടപടിയുമായി തിരുമല തിരുപ്പതി ദേവസ്ഥാനം. ഇത്തരത്തിലുള്ള ജീവനക്കാരെ ക്ഷേത്രങ്ങളിലെ അവരുടെ ചുമതലയിൽ നിന്നും ബന്ധപ്പെട്ട വിഭാഗത്തിൽ നിന്നും നീക്കം ചെയ്യാൻ TDD ബോർഡ് തീരുമാനിച്ചു. ചെന്നൈയിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയിൽ പെൺകുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമം. ബസ് കാത്തുനിന്ന 18-കാരിയാണ് ലൈംഗികാതിക്രമത്തിന് ഇരയായത്. ചെന്നൈ കിളമ്പാക്കത്താണ് സംഭവം. പോലീസ് ഗാർഡനെ നെറ്റിയിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. ഗോപാൽനാഥ് എന്ന പോലീസ് ഗാർഡനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പശ്ചിമബംഗാളിലെ ഡൽഹൌസി മേഖലയിലെ സിവിൽ കോടതി പരിസരത്താണ് സംഭവം. പതിമൂന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി 5 പേരെ കൊലപ്പെടുത്തിയ കേസിൽ പരോൾ അപേക്ഷയുമായി പ്രതികളായ സഹോദരിമാർ. 2001-ൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 2 സഹോദരിമാരിൽ ഒരാളായ സീമ ഗാവിദാണ് ഹർജി നൽകിയത്. മുംബൈയിൽ ഡ്രൈ ക്ലീനിംഗ് ഷോപ്പിൽ നിന്ന് 5 കോടിയുടെ കള്ളപ്പണം കണ്ടെടുത്ത കേസിൽ ആക്സിസ് ബാങ്ക് മാനേജർ അടക്കം 9 പേർ പിടിയിൽ. പ്രതികൾക്ക് ഹവാല പണമിടപാട് ബന്ധമുള്ളതായി സംശയിക്കുന്നുവെന്ന് പോലീസ്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പണം കണ്ടെടുത്തത്. വിജയ് മല്യ സമർപ്പിച്ച ഹർജിയിൽ ബാങ്കുകൾക്ക് നോട്ടീസ് അയച്ച കർണാടക ഹൈക്കോടതി. കിങ്ഫിഷർ എയർലൈൻസ് വായ്പാ കുടിശ്ശിക കേസിലാണ് റിക്കവറി ഓഫീസർക്കും 10 ബാങ്കുകൾക്കും നോട്ടീസ് അയച്ചത്. രാജ്യത്ത് വ്യാജ ബോംബ് ഭീഷണികൾ തുടർക്കഥയാകുന്നു. നോയിഡയിലെ 4 സ്കൂളുകൾക്ക് ഇന്നലെയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ഇമെയിൽ വഴിയാണ് അധികൃതർക്ക് ഭീഷണി സന്ദേശം ലഭിച്ചത്. അടുത്തടുത്തുള്ള 4 സ്കൂളുകൾക്ക് നേരെയാണ് ഭീഷണി സന്ദേശം എത്തിയത്. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ 8ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച 3 അധ്യാപകരെ അറസ്റ്റ് ചെയ്തു. പാർക്കൂർ സർക്കാർ സ്കൂളിലെ അധ്യാപകരായ ചിന്നച്ചാമി, പ്രകാശ്, അറുമുഖം എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സ്വീഡനിലെ സ്കൂളിൽ നടന്ന വെടിവെപ്പിൽ 10 പേർ കൊല്ലപ്പെട്ടു. അക്രമിയും കൊല്ലപ്പെട്ടു. തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ പടിഞ്ഞാറുള്ള ഒറേബ്രോയിലെ റിപ്സ്കർ സ്കൂളിലാണ് ആക്രമണം നടന്നത്. ഇക്കാലത്തായിരുന്നു ജനിച്ചിരുന്നതെങ്കിൽ തനിക്ക് ഓട്ടിസം കണ്ടെത്തുമായിരുന്നുവെന്ന്
മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകൻ ബിൽ ഗേറ്റ്സ്. കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ തന്നെ ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയതായും ബിൽ ഗേറ്റ്സ്. ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റ് 2025 തിളങ്ങുന്ന നേട്ടവുമായി മലയാളി സഹോദരങ്ങൾ. കാസർഗോഡ് സ്വദേശികളും കനേഡിയൻ പൗരന്മാരുമായ ദുവ ഓസ്മാൻ, സാക്കി ഓസ്മാൻ എന്നിവരാണ് നേട്ടം കരസ്ഥമാക്കിയത്. വെബ് മൊബൈൽ ആപ്പ് വിഭാഗത്തിൽ ദുവയും AI വിഭാഗത്തിൽ സാക്കിയും മത്സരിച്ചു. ഉത്തര കൊറിയ കൈമാറിയ രൂപകൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ യൂറോപ്പിലെത്താൻ ശേഷിയുള്ള ആണവ മിസൈലുകൾ ഇറാൻ രഹസ്യമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് NCRI പുറത്തിറക്കിയ റിപ്പോർട്ട്. ഉപഗ്രഹ വിക്ഷേപണം എന്ന പേരിൽ 2 സ്ഥലങ്ങളിലായാണ് ആയുധങ്ങൾ നിർമ്മിക്കുന്നതെന്ന റിപ്പോർട്ട്. അവധി ആഘോഷിക്കാൻ മാലദ്വീപിലെത്തിയ യുവതിക്ക് സ്രാവിന്റെ കടിയേറ്റു. ട്രാവൽ വ്ളോഗറായ ചാൾസിനാണ് സ്രാവിന്റെ കടിയേറ്റത്. അപ്രതീക്ഷിതമായി ഉണ്ടായ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ചാൾസും ആന്റോണിയോയും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു. കടയിലേക്ക് മുട്ടയുമായി പോയ ട്രക്ക് കൊള്ളയടിച്ചു. കാണാതായത് 1 ലക്ഷം മുട്ടകൾ. അമേരിക്കയിലെ പെൻസിൽവാനിയ സംസ്ഥാനത്താണ് സംഭവം. $40,000 വില വരുന്ന മുട്ടകളാണ് മോഷണം പോയത്. പൂപ്പൽബാധ മൂലം വംശനാശ ഭീഷണി നേരിട്ട തവളകളെ രക്ഷിക്കാൻ അറ്റകൈ പ്രയോഗവുമായി ബ്രിട്ടൻ അധികൃതർ. ആൺതവളയെ 11,000 കിലോമീറ്റർ അകലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. പിറന്നത് 33 കുഞ്ഞു തവളകൾ. എടപ്പാളുകാരുടെ ആഗോള കൂട്ടായ്മയായ ഇടപ്പാളയം ഫെബ്രുവരി 9 സംഘടിപ്പിക്കും. കാർണിവലിന്റെ ഫിക്സ്ചർ നിർണയവും ജേഴ്സി പ്രകാശനവും ട്രോഫി അനാച്ഛാദനവും ദുബായിൽ നടന്നു. എടപ്പാൾ, വട്ടംകുളം, തവനൂർ, കാലടി പഞ്ചായത്തുകളിൽ നിന്നായി 12 ടീമുകൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൈരളി സലാല തുമ്രായത്ത് യൂണിറ്റ് ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. നൂറൽ ഷിഫ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ഒമാൻ ദേശീയ ഗതാഗത കമ്പനിയായ മുസാവലാത്ത് മസ്കറ്റിലെ തെരഞ്ഞെടുത്ത റൂട്ടുകളിൽ ഇലക്ട്രിക് ബസ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിച്ചു തുടങ്ങി. നടപടി ഇലക്ട്രിക് ബസിന്റെ പ്രകടനം വിലയിരുത്തുന്നതിനും നഗരഗതാഗതത്തിനായുള്ള പ്രവർത്തന മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായി. തെലുങ്കിലെ മുൻനിര താരങ്ങളായ മഹേഷ് ബാബുവിനും പവൻ കല്യാണിനുമെതിരെ പ്രസ്താവനയുമായി നിർമ്മാതാവ് സിംഗലന രമേഷ് ബാബു. ഖരീജ, കോമരം, പുലി എന്നീ ചിത്രങ്ങൾ കാരണം 100 കോടിയിലധികം നഷ്ടമുണ്ടായെന്ന് രമേഷ് ബാബു. ചിത്രങ്ങളിലെ നായക നടന്മാരായ മഹേഷ് ബാബുവോ പവൻ കല്യാണോ തന്നെ പിന്നീട് തിരിഞ്ഞു നോക്കിയില്ലെന്നും രമേഷ് ബാബു. ധ്യാൻ ശ്രീനിവാസൻ തിരക്കഥ എഴുതി ആപ്പ് കൈസേ ഹോ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ചിത്രം ഫെബ്രുവരി 28 തിയേറ്ററുകളിലെത്തും. നവാഗതനായ വിനയ് ജോസാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ധ്യാൻ ശ്രീനിവാസൻ തിരക്കഥ ഒരുക്കിയ ആപ്പ് കൈസേ ഹോ എന്ന ചിത്രത്തിൽ ശ്രീനിവാസനും ഒരിടവേളയ്ക്ക് ശേഷമാണ് അച്ഛനും മകനും ബിഗ് സ്ക്രീനിൽ ഒന്നിച്ചെത്തുന്നത്. ചിത്രത്തിൽ അജു വർഗീസ്, രമേശ് പിഷാരടി, സൈജു കുറിപ്പ് എന്നിവരും അണിനിരക്കുന്നുണ്ട്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.